നമസ്കാരം, എൻ്റെ പേര് രശ്മി. ഞാൻ എസ്യൂട്ട് ഹോസ്പിറ്റലിൽ ചൈൽഡ് ഡെവലപ്മെൻറ്റ് തെറാപ്പിസ്റ്റാണ്. ഞാൻ ഇന്ന് നിങ്ങൾക്ക് മുന്നിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് വൈറ്റ് നോയ്സിനെ പറ്റിയിട്ടാണ്. അപ്പോൾ എന്താണ് വൈറ്റ് നോയ്സ്? അത് നമ്മുടെ കുഞ്ഞുങ്ങളെ, ബേബീസിനെ എങ്ങനെയെല്ലാം ബാധിക്കുന്നുണ്ട്? അത് കുഞ്ഞുങ്ങൾക്ക് നല്ലതാണോ അതോ എന്തെങ്കിലും ഹാംഫുൾ ആണോ എന്നുള്ള കാര്യത്തിനെ പറ്റിയിട്ടാണ് ഞാൻ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ പലർക്കും അറിയില്ല എന്താണ് വൈറ്റ് നോയ്സ് എന്നുള്ളത്. നമുക്ക് വേറെ ഒരു സൗണ്ടും ഇല്ലാണ്ട് ഒരേ മോഡുലേഷൻ, ഓരോ ഫ്രീക്വൻസിയിൽ ഒരു സൗണ്ട് കേൾക്കുന്നതിനെയാണ് നമ്മൾ വൈറ്റ് നോയ്സ് എന്ന് പറയുന്നത്. അത് കുഞ്ഞുങ്ങളിൽ വളരെയധികം ഹെൽപ്ഫുൾ ആണ്. കുഞ്ഞുങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമുള്ള ഒരു വോയിസ് ആണ് ഈ വൈറ്റ് നോയ്സ് എന്ന് പറയുന്നത്. അതായത് കുഞ്ഞ് ഗർഭപാത്രത്തിനുള്ളിൽ ഇരിക്കുന്ന ടൈമിന് കേൾക്കുന്ന അതേ ഒരു ഫ്രീക്വൻസി, അതേ ഒരു മോഡുലേഷനിൽ കേൾക്കുന്ന സൗണ്ടാണ് വൈറ്റ് നോയ്സ്. ഇത് കുഞ്ഞുങ്ങളിൽ പെട്ടെന്ന് ഉറങ്ങാനും അതുപോലെ തന്നെ കൂടുതൽ നേരം ഉറങ്ങാനും കുഞ്ഞുങ്ങളെ സഹായിക്കുന്നുണ്ട്. ചില കുഞ്ഞുങ്ങൾ ചില ശബ്ദങ്ങൾ കേട്ടാൽ മാത്രമേ ഉറങ്ങത്തുള്ളൂ. അത് നമുക്ക് ശ്രദ്ധിച്ചാൽ അറിയാം. ആ ഒരു നോയ്സിനെ നമ്മൾ വൈറ്റ് നോയ്സ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ ഉദാഹരണം പറയുവാണെങ്കിൽ, നമ്മുടെ വൈറ്റ് നോയ്സ് എന്ന് ഉദ്ദേശിക്കുന്നത് നമ്മുടെ ഫസ്റ്റ് വൺ ഈ ഫാനിന്റെ സൗണ്ട്. നമ്മളിപ്പോൾ ഫാന് ഇട്ട് കഴിഞ്ഞിട്ട് ഉള്ള ഒരു ഫ്രീക്വൻസിയിൽ, ഒരേ ഫ്രീക്വൻസിയിൽ ഒരു സൗണ്ട് ഉണ്ട്, ആ ഒരു സൗണ്ട്. സെക്കൻഡ് വൺ നമ്മുടെ എ സി ഒക്കെ ഓൺ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം ഉള്ള ആ ഒരു സൗണ്ട് മോഡുലേഷൻ ഉണ്ട്, ഒരേ ഫ്രീക്വൻസിയിലുള്ള സൗണ്ട് മോഡുലേഷൻ, ആ സൗണ്ട്. പെട്ടെന്ന് എല്ലാവർക്കും എളുപ്പത്തിൽ മനസ്സിലാവുന്ന ഒരു കാര്യം പറയാം. നമ്മൾ ടി വി എല്ലാം നമ്മൾ കാണുന്നവരാണ്. ടി വി കറണ്ട് പോകുന്ന ടൈമിന്, അതായത് ട്യൂണിങ് ഒരു സൗണ്ട് ഉണ്ട്, കറണ്ട് പോകുന്ന ഒരു സമയത്തുള്ള ആ ഒരു എരപ്പ് പോലത്തെ ഒരു സൗണ്ട് ഉണ്ട്. ആ ഒരു സൗണ്ടിനെയാണ് നമ്മൾ വൈറ്റ് നോയ്സ് എന്നും ഉദ്ദേശിക്കുന്നത്. അതായത് വേറെ ഒരു നോയ്സും ഇല്ല, ഒരൊറ്റ നോയ്സ് മാത്രം കണ്ടിന്യൂസ്ലി ഒരേ ഫ്രീക്വൻസിയിൽ ഒരേ മോഡുലേഷനിൽ കേൾക്കുന്നതാണ് നമ്മൾ വൈറ്റ് നോയ്സ് എന്ന് പറയുന്നത്. മാത്രമല്ല, ഈ വൈറ്റ് നോയ്സ് അമിതമായി കഴിഞ്ഞാൽ കേൾവി ശക്തിയെ വരെ ബാധിക്കാനായിട്ട് സാധ്യതയുണ്ട്. അതുകൊണ്ട് തന്നെ നമ്മൾ വൈറ്റ് നോയ്സ് കുഞ്ഞുങ്ങൾക്ക് ഇഷ്ടമാണെങ്കിലും അതൊരു മിതത്തിൽ വേണം അത് കേൾപ്പിക്കാനും. അധികമായി കഴിഞ്ഞാൽ കുഞ്ഞിന്റെ കേൾവി ശക്തിയെ ബാധിക്കാനുള്ള ചാൻസ് ഉണ്ട്. സോ ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത് മനസ്സിലായി കാണുമെന്ന് വിശ്വസിക്കുന്നു. താങ്ക് യു.